സാന്ത്വന, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണോ? ഒരു ആക്സിഡന്റ് ഒക്കെ കണ്ടിട്ട് ചിരിക്കാൻ പാടില്ല എന്നൊക്കെയാണ്, പക്ഷെ ഇതൊക്കെ കണ്ട ആൾക്കാർക്ക് ചിരിക്കാതിരിക്കാൻ പറ്റും. അതായത് ഒരു ചങ്ങായി ഓട്ടോ ഓടിച്ച് കയറ്റി വന്ദേ ഭാരത് ഇടിച്ചു തെറിപ്പിച്ചങ്ങ് പോയി. 1 മണിക്കൂറോളം വന്ദേ ഭാരത് വൈകി, മൊത്തം റെയിൽവേ ടൈമിംഗ് തെറ്റി, ഒരുപാട് വണ്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഒറ്റൊരാൾ ചുമ്മാ 2 അടിച്ചിട്ട് പോയി വണ്ടി കയറ്റി കൊടുത്തിരുത്തണം. അപ്പോൾ അതിന്റെ പുറകെ ന്യൂസുകൾ വന്നു. ന്യൂസുകളാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ന്യൂസുകൾ. ഒരാൾ പറയുകയാണ് സംഭവം പ്ലാറ്റ്ഫോമിലൂടെ ഓടിച്ച് കയറ്റി കൊണ്ടുപോയി ഇട്ടു. അടുത്ത ആൾ പറയുകയാണ് ഇവൻ വേറെന്തോ പരിപാടിക്ക് വന്ന് കയറിയതാണ്. അപ്പോൾ ആ ന്യൂസുകളൊന്ന് കണ്ടു നോക്കി. റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ അശ്രദ്ധമായി ഓടിച്ചു വന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ട്രാക്കിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ ഡ്രൈവർ സുധി ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് റെയിൽവേ പോലീസ് ഓട്ടോ നിയന്ത്രണം തെറ്റി ട്രാക്കിലേക്ക് കയറിയെന്നാണ് പ്രാഥമിക നിഗമനം. ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിൽ. വിവരങ്ങളുമായി മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മാനസ, എപ്പോഴായിരുന്നു പ്ലാറ്റ്ഫോമിലെ കോൺക്രീറ്റ് തിട്ടയിൽ ഇടിച്ച് റെയിൽവേ ട്രാക്കിലേക്ക് ഓട്ടോ വീഴുകയായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് സവാദ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഓണത്തിലേക്ക് പൂട്ടുകച്ചവടം എന്നും പറഞ്ഞുള്ള കുറെ ടീമുകൾ വേറെ ഉണ്ട്. അതായത് ഭാരതീയൻ, കേരളീയൻ, അങ്ങനെ കുറെ ടീം, കാവി ടീം, ഇങ്ങനെ പല പല ആൾക്കാർ പറയുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ ചില ജില്ലകളിൽ വന്ദേ ഭാരത് ആക്രമിക്കപ്പെടുന്നു. വന്ദേ ഭാരതിന്റെ കളർ കാവിയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നത്. അത് പ്രത്യേക ജില്ലകളിലാണ്, അതുപോലെ പ്രത്യേക ജനവിഭാഗമാണ്, പ്രത്യേകതരം ആൾക്കാർ മാത്രമാണ് ഇതിനെ ആക്രമിക്കുന്നത്. പക്ഷേ ഈ പേര് കേട്ടിട്ട് ആ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാന്ന് തോന്നുന്നില്ല. അതുപോലെ ജില്ലയാണെങ്കിൽ തിരുവനന്തപുരമാണ്, അപ്പോൾ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാന്ന് തോന്നുന്നില്ല. പക്ഷേ ഓണത്തിനിടയ്ക്കുള്ള ഈ പുട്ടുവച്ചവടം ഇതുപോലെ കുറേണോ നടത്തുന്നുണ്ട് അല്ലേ? അതും നല്ല രസമില്ലേ കേൾക്കാനായിട്ട്. വന്ദേ ഭാരത് ട്രെയിനുകൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നത് നമുക്കറിയാം. പതിവായി ചില പ്രത്യേക ജില്ലകളിൽ, ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് വന്ദേ ഭാരതിനെതിരെ കല്ലേറ് നടക്കുന്നത് നമുക്കറിയാം. പലപ്പോഴും പ്രതികളെ കിട്ടാറില്ല. പോലീസ് അന്വേഷണമാകട്ടെ കാര്യക്ഷമമായി നടക്കാറുമില്ല. എന്നാൽ ഇന്ന് രാവിലെ വന്ദേ ഭാരത് ട്രെയിനിന് നേർക്കുണ്ടായത് ഒരു ഞെട്ടിക്കുന്ന അനുഭവമാണ്. മറ്റൊന്നുമല്ല, തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയ്ക്ക് അകത്തുമുറി എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. വളരെ ചെറിയ സ്റ്റേഷനാണ്, പാസഞ്ചർ തീവണ്ടികൾ മാത്രമേ അവിടെ നിർത്താറുള്ളൂ. അങ്ങനെയുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് രാവിലെ കടന്നു വരുമ്പോൾ ആ ട്രാക്കിൽ ഒരു ഓട്ടോ ഇതാണ് അവസ്ഥ. ഒരുത്തൻ ഒരു വഴിയിലൂടെ പോയി. വഴി രണ്ട് വഴി ഉണ്ടായിരുന്നു, രാത്രി വഴിയാണ്, വെളിച്ചമില്ല. അവൻ കണ്ട വഴി കൂടി അവൻ കയറിപ്പോയി. അവസാനം 2 അടിച്ചിട്ട് കൂടി ഉണ്ടെങ്കിലോ ഏതോ പാളത്തിൽ പോയി കിടന്നു. വന്ദേ ഭാരത് ഇടിച്ച് തെറിപ്പിച്ച് പോയി. അതിന് പ്ലാറ്റ്ഫോമിലൂടെ വണ്ടി ഓടിച്ചു, വന്ദേ ഭാരത് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ പല പല കഥകളാണ് പോരുന്നത്. അവന്റെ വിധി, വണ്ടിയും പോയി, ഇനി കേസും വരും. പാവം പയ്യൻ. ഇനി അവൻ അട്ടി നിർത്തിക്കൊള്ളിരിക്കും അല്ലേ?